ഇന്നലത്തെ എപ്പിസോഡില് ജിൻഡോയ്ക്ക് ആളി കത്തിക്കാൻ പറ്റുമായിരുന്ന ഒരു വിഷയമായിരുന്നു ജയിലിൽ വെച്ചിട്ട് ജിൻഡോയെ ഉറക്കത്തിൽ നിന്നും എണീപ്പിച്ച് ജാസ്മിൻ തല്ലിയ ആ ഒരു വിഷയം. പക്ഷെ ജിൻഡോയും വേറുള്ളവരും തമ്മിലുള്ള വ്യത്യാസം പുള്ളി അവിടെ തുറന്ന് കാണിച്ച് ഒരു വര വരച്ച് ഒരു ക്വാളിറ്റി ഗെയിം കളിച്ചവിടെ. അതൊന്നും കുഴപ്പമില്ല ലാലേട്ട, അവൾ ആ ദേഷ്യത്തിന്റെ പുറത്ത് തല്ലിയതാണ്, ഞാനത് കാര്യമാക്കുന്നില്ല. അങ്ങനെ പറയാനും വേണം ഒരു മനസ്സ്. ടാസ്കിന്റെ ഭാഗമായിട്ട് നടന്ന മൽപിടുത്തത്തിനെ വരെ ഏത് രീതിയിലൊക്കെയാണ് അവിടെ ഉള്ളവർ മാനിപ്പുലേറ്റ് ചെയ്തത്. അത് ഒരു ഫിസിക്കൽ ടാസ്കിന്റെ ഭാഗമായിട്ട് നടന്ന കാര്യങ്ങളെയാണ് അവർ എത്ര പേരാണ് മാനിപ്പുലേറ്റ് ചെയ്തത്. ജിൻഡോ അതിനൊന്നും നിന്നിട്ടില്ല. പുള്ളി സ്വയം ഡിഫെൻഡ് ചെയ്യാനല്ലാതെ ആരെയും പഴിക്കാനോ ബ്ലെയിം ഗെയിം കളിക്കാനോ ഒന്നും ജിൻഡോ നിന്നിട്ടില്ല. ജിൻഡോയുടെ ഭാഗത്ത് പൂർണ്ണമായിട്ട് ന്യായമുള്ള ഒരു വിഷയത്തിൽ പോലും പുള്ളി ഇങ്ങനെ ഒരു നിലപാടാണ് ലാലേട്ടന്റെ മുന്നിൽ എടുത്തത്. പിന്നെ ജിൻഡോ സിഗരറ്റ് വലിച്ച ആ ഒരു കേസായി കഴിഞ്ഞാൽ ലാലേട്ടൻ പറഞ്ഞത് എന്താണ് മോനെ, സിഗരറ്റ് വലിക്കുന്നുണ്ടല്ലേ ഈ ചീത്തപ്പേര്, വലിച്ചില്ലെങ്കിലും വലിച്ചു എന്നുള്ള ചീത്തപ്പേര് അതുകൊണ്ടല്ലേ, ആ ശീലം നിർത്തിയാൽ തീരാവുന്നതല്ലേ ഉള്ളൂ. അതിനെതിരെ പോലും ജിൻഡോ ഒരു അക്ഷരം മിണ്ടിയില്ല. വേണമെങ്കിൽ ജാസ്മിനെ പോലെ പറയാം, എന്റെ ശീലങ്ങൾ മാറ്റാൻ പറയാം, മോഹൻലാൽ ആരാ എന്ന്. ജാസ്മിൻ കുളിക്കാത്ത ആ ഒരു വിഷയമൊക്കെ എപ്പോഴോ പറഞ്ഞപ്പം ഇങ്ങനെയാണ് ജാസ്മിൻ എല്ലാവരോടും പ്രതികരിക്കാറുള്ളത്, അങ്ങനെയാണ്. പക്ഷെ ജിൻഡോ അതിനൊന്നും നിന്നിട്ടില്ല. ഇതൊക്കെയാണ് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഒരു ക്വാളിറ്റി കണ്ടസ്റ്റന്റ് ആണ് ജിൻഡോ.